ഹായ് ഫ്രണ്ട്സ്, സ്കൈ ബ്ലൂ ഡിസൈൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്ക് ഒരു നൈറ്റി പീസിൽ നിന്ന് എങ്ങനെയാണ് രണ്ട് ലോങ് ബ്ലൗസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. നമുക്കപ്പോൾ നോക്കാം. ഞാനിവിടെ ഒരു നൈറ്റി പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റി പീസിൽ നിന്ന് നമുക്ക് രണ്ട് ലോങ് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നൈറ്റി പീസ് എടുത്തിട്ടുണ്ട്. ഒരു 56 ഇഞ്ച് ഇറക്കമുള്ള ഒരു നൈറ്റി പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നൈറ്റി പീസ് എങ്ങനെയാണ് മടക്കിയിടുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നൈറ്റി പീസ്, ഇതുപോലെയാണ് നമുക്ക് ഇങ്ങനെയാണ് മടക്കി ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാമെന്നുള്ളത് വെച്ചാൽ നമുക്ക് ഉടുപ്പിൻ്റെ വണ്ണം എടുക്കുക. ഇതിപ്പോൾ നോക്കി 4 പീസുണ്ട്, 4ആയിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. ഇതുപോലെയാണ്. ഇവിടെ ഒരു മടക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് മടക്കിയപ്പോഴത്തേക്ക് 4 പീസ് നമുക്ക് കിട്ടി. ഇതാണ് അരികു വശം. 4 പീസ് നമുക്ക് കിട്ടി. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പിൻ്റെ വണ്ണം നമുക്ക് എത്രയെന്ന് നോക്കാം. ഉടുപ്പിൻ്റെ വണ്ണം നോക്കിയിട്ട് 20.25 നമുക്ക് ഒരു 41 ചെസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ 41 ചെസ്റ്റ് ആയപ്പോഴത്തേക്ക് 10.25 കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തും കൊണ്ട് 11.25 12.25 നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ അരിവ് ഭാഗത്തു നിന്ന് ഒരു 12.25 നമുക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കാം. അപ്പോൾ 12.25 എടുക്കുന്നതിന് ഒരു 13 ഇഞ്ച് എടുത്തു കൊടുക്കാം. കാര്യം ഫ്രണ്ട് പീസിലാണ് ഇതിൽ ഓപ്പൺ ഇടുന്നത്, ഹുക്ക് തയ്ക്കുന്നതിനുള്ളത് ഫ്രണ്ട് പീസിലാണ് ഇടുന്നത്. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് പോകും രണ്ട് വശത്തായിട്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു 13 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ വരെ കിട്ടും. ഇവിടെ ഒന്ന് നമുക്ക് അടയാളം ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് മതി. ബാക്കി ഇങ്ങോട്ട് കടത്തിയിട്ടിരിക്കാം. അതായത് ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മടക്കുക. ഇപ്പോൾ ഡിസൈൻ ഉള്ളതിലാണെങ്കിൽ ഈ ഡിസൈൻ വെച്ച് മടക്കിയാൽ മതി. അപ്പോൾ ഇത്രയും ബാലൻസ് കിട്ടും. കണ്ടില്ലേ, ഇത്രയും ഭാഗം നമുക്ക് ബാലൻസ്. ഇത് നമുക്ക് എന്തിനെടുക്കാം, സ്ലീവിനെടുക്കാം. ഇതുപോലെ മടക്കിയിടുക. ഈ താഴെ അറ്റം വരെ ഈ ഒരു ഡിസൈൻ പിടിച്ചും കൊണ്ട് താഴെ അറ്റം വരെ മടക്കിയിടുക. അപ്പോൾ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര ഭാഗം മതി, നമുക്ക് ഇത്ര ഭാഗം മതി. ഇത് ഒരുമിച്ച് കിടന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 13 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തി ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ താഴെ വശം വരെയും മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തിനെടുക്കാം, സ്ലീവിനെടുക്കാം. ഇത് ഒരു 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഈ 9 ഇഞ്ച് നമുക്ക് സ്ലീവിനെടുക്കാം. ഇങ്ങനെ താഴെ വരെയും കിട്ടുന്നുണ്ട്. നമുക്കതിൽ പട്ടയും ഹുക്ക് വയ്ക്കാനുള്ള പട്ടയും എല്ലാം നമുക്കതിൽ തന്നെ കിട്ടും. ഇതിൻ്റെ ഇറക്കം നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് ഇറക്കം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ആണ് അവരുടെ കറക്റ്റ് ഇറക്കം. 23ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 24.5 എടുക്കാം. അപ്പോൾ ഈ മെറ്റീരിയലിന് 1 ഇഞ്ച് എന്തായാലും ഒരു കഴുകുമ്പോഴത്തേക്കൊന്ന് ചുരുങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 25 ഇറക്കം എടുത്തു കൊടുക്കാം. ഇവിടെ നിന്ന് ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് 25 ഇഞ്ച് ഇറക്കം ഇവിടം വരെ ഒന്ന് എടുത്തു കൊടുക്കാം. ഇഞ്ച് ഇറക്കം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് താഴോട്ടും 25 ഇഞ്ച് എടുത്ത് കൊടുക്കാം. അല്ലേ, ഈ 25 നമ്മൾ എടുത്ത ഈ ഭാഗം ഒന്ന് മടക്കുക. ഒന്ന് മടക്കി പിടിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഒരു നൈറ്റി പീസിൽ 2 ഉടുപ്പാണ് തയ്ക്കുന്നത്, 2 ഉടുപ്പ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക. മടക്കി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 1 2 ഇതിൻ്റെ അടിവശത്ത് ഉണ്ട് 2 പീസും കൂടെ. ഇതിനിടയ്ക്ക് എടുത്ത ഒരു വീഡിയോ കട്ടായിപ്പോയി, അത് ഞാനൊന്നും കൂടി പറയാം. ഞാനപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 4ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം മടക്കി ഇടയിലൂടെ ഇട്ടിട്ടുണ്ട്. ഇത് 2 ഉടുപ്പ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ
മെഷർമെൻ്റ് ഒന്ന് എടുത്തു കൊടുക്കാം. 10.25 വണ്ണം വേണ്ടത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ഷോൾഡർ ഒരു 6.5 ഇഞ്ച് എടുത്തു കൊടുക്കാം. 6.5 ഇഞ്ച് ഷോൾഡർ, 6.5 ഇഞ്ച് തന്നെ കൈക്കുഴി എടുത്തു കൊടുത്തിട്ടുണ്ട്. വണ്ണം ഒരു 10.25 എടുത്തിട്ടുണ്ട്. 10.25 വണ്ണം വേണ്ടത്. അപ്പോൾ നമ്മൾ വണ്ണവും 10.25 എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2.5 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴ്വശത്തും നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. 10.25 തന്നെയാണ് താഴ്വശവും നമ്മൾ എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പും 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് താഴോട്ട് കട്ട് ചെയ്യാം. നല്ല കട്ടിയുണ്ട്, കാര്യം 4 പീസ് ഒരുമിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നോച്ച് കൊടുക്കാം വണ്ണം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ എത്ര കണ്ടില്ലേ, 2 ഉടുപ്പ് തയ്ക്കാനുള്ള പീസുണ്ട്. നമുക്ക് ഇതേപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഇവിടെയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻറ്ററിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ 2 പീസുണ്ട്. ഇതൊരു ഉടുപ്പ് തയ്ക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇതും 2 പീസുണ്ട്. കണ്ടില്ലേ, ഇതിൽ 2 പീസുണ്ട്. ഇതിൽ നമുക്ക് ഒരു ഉടുപ്പ് തയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവാണ് വേണ്ടത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് തുണി ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിൽ ഡിസൈൻ വരുമ്പോഴത്തേക്ക് ചിലപ്പോഴത്തേക്ക് എന്താണ്, സ്ലീവിൻ്റെ ഡിസൈൻ ഒന്ന് മാറി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, പക്ഷേ ഇതുപോലെ ഉടുപ്പിടുന്ന അമ്മമാർക്കൊക്കെ അവർക്ക് വീട്ടിലൊക്കെ ഇടുന്നതിന് ഇത് മതിയാവും. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമുക്കൊന്ന് ഇറക്കം എടുക്കാം. ഇറക്കം 7 ഇഞ്ചാണ് വേണ്ടത്. അതിനോടൊപ്പം ഒരു 1.5 ഇഞ്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 8.5. നമ്മളിതിൽ ചുരുങ്ങുന്ന തുണിയാണ്, അതുകൊണ്ട് നമ്മളിത് 9 എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, 9 ഇഞ്ച് കിട്ടുന്നുണ്ട് ഇതിൽ. നമുക്കിപ്പോൾ ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കൈക്കുഴി കറക്റ്റായിട്ട് അളന്നിട്ട് നമുക്കത് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നിന്നൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൈവണ്ണം 5.25 വേണ്ടത്. 5.25 ഞാനിത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഒരു 7.25 എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ആ കൈക്കുഴിയുടെ അവിടെ ഒന്ന് അളന്ന് അതിൻ്റെ 10.25 എവിടെയാണോ വരുന്നത് അവിടെ എത്ര ഇഞ്ച് എന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ അളന്ന് 3 ഇഞ്ച് താഴോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈവണ്ണത്തിൻ്റെ കറക്റ്റ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അത് ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഇതേപോലെ എടുത്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് നമുക്ക് 2 സ്ലീവാണ് കിട്ടിയിട്ടുള്ളത്. 4 പീസ്, 1 2 3 ഉണ്ടല്ലേ, 4 പീസ് നമുക്ക് സ്ലീവും കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 സ്ലീവും 2 ഉടുപ്പിനുമുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ, ഹൂക്ക് വയ്ക്കാനുള്ള പട്ട, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നെക്കിൻ്റെ അവിടെ ഒന്ന് മടക്കി തയ്ക്കാനുള്ള ക്രോസ് പീസ്, അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്.
കണ്ടില്ലേ, ഇത്രയും എന്നിട്ട് ബാക്കിയുണ്ട്. നമുക്ക് ഏറ്റവും നല്ലതാണ് ഒരു നൈറ്റി പീസിൽ നിന്ന് നമുക്ക് 2 ഉടുപ്പ് തയ്ക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു, നമുക്ക് ഒരുപാട് പൈസയും ആകത്തില്ല. എന്നാൽ നല്ല ബ്രാൻഡഡ് നൈറ്റി പീസ് ആണെങ്കിൽ നമുക്കത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇടാനും വീട്ടിലിടാനൊക്കെ നല്ല ഒരു സുഖമുള്ള ഒരു മെറ്റീരിയലാണിത്. പിന്നെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.